ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈശ്വരപ്രീതിക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്യാറുണ്ട്. ജലം, ഗന്ധം, ധൂപം, ദീപം, പുഷ്പം ഇതെല്ലാം ഭഗവാന് ഏറ്റവും പ്രീതികരമാണ് എന്ന് ധരിച്ച് ഇവയെ അന്വേഷിച്ച് ഭഗവാൻ സമർപ്പിക്കാറുണ്ട്. ഇതൊക്കെയാണ് പൂജ എന്ന് പറയുന്നത്. പൂജയുടെ വിധി ആദ്യം ജല, ഗന്ധ, പുഷ്പം, ധൂപം, ദീപം. ജലഗന്ധ പുഷ്പാദി ദീപം ധൂപം. ജലം, ഗന്ധം, പുഷ്പം, ദീപം, ധൂപം. ഈ 5 എണ്ണം പഞ്ചഭൂതങ്ങൾ നമ്മളല്ല എന്ന് ബോധിക്കാനും പഞ്ചഭൂതങ്ങളെ തൃപ്തിപ്പെടുത്താനും വേണ്ടിയാണ് ജലം ആവാഹനം ചെയ്യുന്നു. ജല, ഗന്ധ, പുഷ്പം, ധൂപം, ദീപം ഇവ ഭഗവാന് സമർപ്പിക്കുന്നു. പക്ഷേ ചെയ്ത് അവസാനം ഈ ചെയ്യൽ മാത്രമേ മനസ്സ് തോന്നിയ മാതിരി പോകും. ഇതിലൂടെയെല്ലാം നമ്മുടെ മനസ്സിനെ ഈശ്വരോന്മുഖമായി തീർക്കുകൂടെ ചെയ്താലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ നമ്മളെത്ര പുഷ്പം ഇട്ടതുകൊണ്ടും ആയില്ല. അതുപോലെ തന്നെ വേറെയും ചില നിഷ്ഠകൾ നോക്കും. ജലഗന്ധ പുഷ്പാദി വേണ്ട, മറ്റു ഫലമൂല നൈവേദ്യം സംഭാരം വേണ്ട, ജലസ്നാനം പട്ടിണി വേണ്ട, ലക്ഷ്യെ ചലിക്കാതിരുന്നീരിൽ പൂജയായി മനമേ. യഥാർത്ഥത്തിലുള്ള പൂജ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലക്ഷ്യത്തിൽ, ഈശ്വരനിൽ നമ്മുടെ മനസ്സ് ചലിക്കാതെ ഇരിക്കുന്നതാണ് ശരിക്കും പൂജ എന്ന് പറയുന്നത്. പൂർണ്ണമായി തീരുന്നതിനെയാണ് പൂജ എന്ന് പറയുന്നത്. അപൂർണതയിൽ നിന്നും പൂർണ്ണത്വത്തെ പ്രാപിക്കുന്നതാണ് പൂജ. പൂജ 2 അക്ഷരമാണല്ലോ. പൂ എന്നാൽ പൂർണ്ണ, പൂർണ്ണമായി ജനിക്കുക, അതാണ് പൂജ. അപ്പോൾ പൂജ എന്നത് പൂർണ്ണത്വത്തെ പ്രാപിക്കലാണ്. അത് പ്രാപിക്കാൻ നമ്മൾ ബാഹ്യമായ ചടങ്ങുകൾ മാത്രം പോരാ. ചില ചടങ്ങുകൾ ആവശ്യമാണ് ആദിയിൽ. എന്നാൽ നമ്മൾ ഈ ചടങ്ങുകളിൽ കുടുങ്ങി അതൊരാചാരമാക്കി അതിനപ്പുറത്തേക്ക് 1 ഇഞ്ച് പോലും ഉയരുന്നില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ, ഒരിക്കൽ ഒരച്ഛൻ വീട്ടിൽ പൂജയൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ആ വീട്ടിൽ കുറച്ച് പൂച്ചക്കുട്ടികളുണ്ട്. അപ്പോൾ ഈ പൂജ നടത്തി നൈവേദ്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ പൂച്ചക്കുട്ടികൾ ചെന്നിട്ട് അതെല്ലാം ചെയ്യും. അപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു? കുട്ടികളെ, ആ പൂച്ചക്കുട്ടികളെല്ലാം കൊട്ടയുടെ ചോട്ടിലാക്കി വെക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ പൂജ കഴിയുന്നത്, പൂജ തുടങ്ങാറാകുമ്പോൾ അപ്പോൾ പൂച്ചക്കുട്ടികളെ പിടിച്ചിട്ട് കൊട്ടയ്ക്കുള്ളിലാക്കി വയ്ക്കും. പൂജ കഴിഞ്ഞ ശേഷം അവരെ പുറത്തു വിടുകയും ചെയ്യും. ഇതൊരു ശീലമായി. 2-3 പ്രാവശ്യം പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം കുട്ടികൾ പറയാതെ തന്നെ അത് ചെയ്യും. അങ്ങനെ നിത്യേന ഇതൊരു ശീലമാണ്. എന്നാൽ ഇതെന്തിനു വേണ്ടിയാണ് പൂച്ചയെ കൊട്ടയ്ക്കകത്തിട്ടത് എന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തില്ല, കുട്ടികൾ ചോദിച്ചതുമില്ല. ഈ പ്രവൃത്തി അവർ തുടങ്ങും. അങ്ങനെ അച്ഛൻ്റെ കാലം കഴിഞ്ഞു. അപ്പോഴും പൂച്ചക്കുട്ടികളെ കൊട്ടയ്ക്കകത്ത് കൊട്ടയുടെ ചുവട്ടിൽ വയ്ക്കുക അവർ ശീലമാക്കി. വീട്ടിലുള്ള പൂച്ചക്കുട്ടികളൊക്കെ ചത്തുപോയി. ഇവിടെ പൂജ നടക്കണമെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നും ഒരു പൂച്ചയെ കൊണ്ടുവന്ന് കൊട്ടയുടെ ചോട്ടിലിടണം എന്നായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണ് ഈ ആചാരങ്ങൾക്ക് അടിമപ്പെട്ടാൽ. ഇതൊന്ന് യുക്തിപൂർവ്വം ചിന്തിച്ച് വേണം ഇതെല്ലാം. നമ്മൾ എന്തിനു വേണ്ടിയാണ് പൂജ ചെയ്യുന്നത്? മനസ്സേകാഗ്രമാക്കി ദൈവീകമായി തീരാൻ വേണ്ടിയാണ് പൂജ ചെയ്യുന്നത്. പൂർണ്ണത്വത്തെ പ്രാപിക്കാൻ വേണ്ടിയാണ് പൂജ. അതിന് ചില ചടങ്ങുകൾ ആദിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ചില വിധികളൊക്കെ ഉണ്ട്. അതാണ് ക്ഷേത്രങ്ങളിലൊക്കെ പൂജ പഠിക്കുക എന്ന് പറയുന്നത്. അത് വെറും ബാഹ്യമായൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ.
ശരിയായ പൂജ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ലക്ഷ്യത്തിൽ ചലിക്കാതിരിക്കലാണ് പൂജ എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ നമ്മൾ പൂർണ്ണത്വത്തെ പ്രാപിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സ് ഈശ്വരനിൽ ലയം പ്രാപിക്കുക, ലക്ഷ്യമെന്തോ അതിലേക്ക് പ്രവേശിക്കുക, അതാണ് പൂജ. ആ പൂജയ്ക്ക് നമ്മുടെ മനസ്സാണ് വേണ്ടത്. മനസ്സ് ഏകാഗ്രമാകണം, ലക്ഷ്യബോധം നമുക്കുണ്ടാവണമെന്ന്. അതൊന്നുമില്ലാതെ നമ്മൾ കുറച്ച് പുഷ്പം കൊണ്ടുവന്ന് പൂജ നടത്തിയാൽ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നു, അതൊരു തൊഴിലായി, ഒരു ജോലിയായി. എന്നാൽ ജോലിയായിട്ടല്ല ചെയ്യേണ്ടത്, നമ്മുടെ സ്വധർമ്മമായിട്ട് ചെയ്യണം. അതുകൊണ്ട് മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ. അതാണ് ജലഗന്ധ പുഷ്പാദി വേണ്ട മനമേ. മനസ്സിനോടാണ് ഇത് പറയുന്നത്. ഫലമൂല നൈവേദ്യ സംഹാരം വേണ്ട, ജലസ്നാനം പട്ടണേ വേണ്ട, ലക്ഷ്യേ ചലിക്കാതിരുന്നേൽ പൂജയായി മനമേ. നമ്മുടെ മനസ്സ് ലക്ഷ്യത്തിൽ ചലിക്കാതിരുന്നാൽ അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ പൂജ. അതിന് കുളിക്കണമെന്നില്ല, അതിന് നൈവേദ്യങ്ങൾ വേണ്ട, അതുപോലെ അതിന് സംഭാരങ്ങളോ ഒരുക്കങ്ങളോ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഫലമൂല നൈവേദ്യാദികളോ ഒന്നും വേണ്ട. ഇതൊക്കെ ബാഹ്യമായ ചടങ്ങുകൾ മാത്രമാണ്. അതിനാൽ ഈ ചടങ്ങുകൾ മനസ്സിനെ ഒന്നിങ്ങോട്ട് തട്ടി ഉരുട്ടി കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും അത്ര പ്രസക്തിയില്ല. മനസ്സേകാഗ്രമാവുക, മനസ്സാത്മോന്മുഖമായി തീരുക എന്ന ലക്ഷ്യമാണ് പരമപ്രധാനമായിട്ടുള്ളത്. അതാണ് പൂജ. അല്ലാതെ ഈ സംഭാരങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ളത് അല്ല. എത്ര കാലമായി പൂജ ചെയ്യുന്നു ഓരോരുത്തർക്ക്, അതുകൊണ്ട് വേണ്ടത്ര ഫലപ്രാപ്തി ഉണ്ടാകുന്നുണ്ടോ? അതാണ് ശീലങ്ങൾക്ക് അടിമപ്പെട്ടാൽ പിന്നെ അത് ചെയ്യാതിരിക്കാൻ കഴിയുന്നുമില്ല. അതാണ് പൂച്ചയെ കൊട്ടയുടെ ചോട്ടിലിട്ടു. പിന്നെ പൂജ വേണമെങ്കിൽ കൊട്ടയ്ക്കകത്ത് പൂച്ച വേണം എന്ന അവസ്ഥ വരുന്നു. പൂജയും പൂച്ചയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ പൂച്ച കുട്ടികളായ സമയത്ത് ഇവിടെ വന്ന് അവർ ശല്യം ചെയ്യുന്നത് കൊണ്ടാണ് അവരെ കൊട്ടയ്ക്കകത്തിരുന്നത്. അറിഞ്ഞ് പ്രവർത്തിക്കണം, യുക്തിബോധം വേണം, നമുക്ക് ബുദ്ധി ഉപയോഗിക്കണം. അപ്പോൾ മാത്രമേ ഭക്തി ഫലപ്രദമാവുള്ളൂ. യുക്തിയോട് കൂടിയ ഭക്തിയുണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജലഗന്ധ പുഷ്പാദി വേണ്ട മനമേ, ഫലമൂല നൈവേദ്യ സംഭാരം വേണ്ട, ജലസ്നാനം പട്ടണേ വേണ്ട, ലക്ഷ്യേ ചലിക്കാതിരുന്നേനിൽ പൂജയായി മനമേ. ഇതാണ് പൂജ. ഹരേ